ഇല്ല, ചൂട് ഒരു രക്ഷയില്ല, അമ്മാതിരി ചൂടാണ്. ഓനായിടെ പെട്ടി. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് മൈ വ്ലോഗ്. ഒമാനിലും മറ്റ് എല്ലാ ഗൾഫ് കൺട്രീസിലും ഇപ്പോൾ പൊതുവേ ഭയങ്കര ചൂട് കൂടിയിട്ടുള്ള ഒരു ടൈമാണ്. എന്തു പറയാനാ, നല്ല കറക്റ്റ് സമയത്താണ് ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായി നല്ല തണുപ്പുള്ളൊരു സ്ഥലം പിടിച്ചാലോ എന്നായി ചിന്ത. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ജബൽ ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹൈ റേഞ്ചിലേക്ക്. മസ്കറ്റിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പറഞ്ഞ ലൊക്കേഷൻ കിട്ടും. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ പ്ലാൻ അല്ല, ഇത് വേറെ കുറേ ആൾക്കാരുടെ പ്ലാനാണ്. അവരെയൊക്കെ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ പ്ലാൻ്റെ കൂടെ ജോയിൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണ് എന്താണ് ഇത് എക്സ്പ്രഷൻ വാരി വെതറി മരിക്കണേന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചാട്ടോ. നമ്മുടെ നാട്ടിൽ മാംഗോ ജ്യൂസ് എന്ന് പറഞ്ഞ് സിന്തറ്റിക് മാംഗോ ഫ്ലേവർ ആഡ് ചെയ്ത് പഞ്ചസാര കലക്കി തരുന്ന ആ ഒരു സാധനമില്ലേ, ആ ഒരു എക്സ്പെക്റ്റേഷനിൽ ഓറഞ്ച് ജ്യൂസ് കുടിച്ചപ്പോൾ അറിയാണ്ട് വന്നതാണ്. പോട്ടെ. അപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. അപ്പം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ജബൽ ഹട്ട്. ഓക്കെ, മീറ്റ് മിസ്റ്റർ ജെറിൻ. ഈ ചങ്ങായി നമ്മുടെ കൂടെ ജബൽ ഹട്ട് വരെ വരുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഗ്രാമാറ്റിക്കലി കറക്റ്റാക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഇവരുടെ കൂടെ ജബൽ ഹട്ട് വരെ പോകുന്നുണ്ട് കേട്ടോ. താമരശ്ശേരി ചുരത്തിനേക്കാൾ, അല്ലെങ്കിൽ വേണ്ട, ചുരത്തിനോടൊപ്പം പവറുള്ള ഹൈറ്റുള്ള ചുരം കയറാനുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് വേറൊരു വണ്ടിയിലാട്ടോ പോണത്. പോകുന്ന വഴി മൊത്തം ഡെസേർട്ടായിരുന്നു കേട്ടോ. ഈ സ്ഥലത്തെ പറ്റി ആധികാരികമായി പറയാൻ എനിക്കറിയാത്തതുകൊണ്ട് മൈക്ക് ഞാൻ ജെറിൻ സാറിന് കൈമാറി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മൈക്കിൻ്റെ ചാർജ് കഴിഞ്ഞതുകൊണ്ട് സാറ് പറഞ്ഞതൊന്നും റെക്കോർഡായില്ല. സാരില്ല, നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒമാനിൻ്റെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് റെലവൻ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ സിറ്റിയാണ് നിസ്വ. മസ്കറ്റിൽ നിന്ന് ജബൽ ഹട്ടിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നിസ്വ വഴിയാണ് നമ്മൾ പോകേണ്ടത്. പോകുന്ന വഴി ഒരുപാട് ഡ്രൈയും ഡെസേർട്ടഡും ആയിട്ടുള്ള കുറേ ഏരിയാസ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പം ഗൈസ്, ഇതാണ് നിസ്വയിലെ ഫേമസ് ആയിട്ടുള്ള നിസ്വ ഫോർട്ട്. ഇത് ഏകദേശം 17th സെഞ്ച്വറിയിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 12 വർഷം എടുത്തിട്ടാണ് ഈ ഫോർട്ടിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് എ പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ഒമാൻ. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴത്തേനും ഏകദേശം സണ്ണ് സെറ്റ് ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ഡ്രൈവിനൊടുവിൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ പോയി വൈബ് അടിക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ. ക്ലൈമറ്റ് ആണെങ്കിലോ ഒരു രക്ഷയില്ല. ഒരു സമയം നമ്മൾ മൂന്നാറിലോ വാഗമണിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഹൈ റേഞ്ചിലാണ് നാട്ടിൽ എന്നുള്ളൊരു ഫീല് വരും. അതുകൊണ്ട് തന്നെ ഒരുപാട് നാളായിട്ട് ഒമാനിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇടയ്ക്കൊന്ന് പോയിട്ട് നിൽക്കാനൊക്കെ പറ്റിയ ഹൈലി റെക്കമെൻഡഡ് പ്ലേസ് ആയിരുന്നു കേട്ടോ ഇത്. പണ്ട് സയൻസ് ബുക്കിൽ മാത്രം കണ്ട് പരിചയമുള്ള ഒരുപാട് ഡെസേർട്ട് പ്ലാന്റ്സും കാണാൻ പറ്റി കേട്ടോ. അതുകൂടാണ്ട് ഒരുപാട് ഫ്രൂട്ട് ബെയറിങ് ട്രീസും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അകത്തോട്ട് ചെല്ലുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പ്ലേ ഏരിയയും ചെറിയ പൂളും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ കുക്ക് ചെയ്യാനും ഗ്രില്ല് ചെയ്യാനും ഒക്കെയുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. അവിടുന്ന് അകത്തോട്ട് പോകുമ്പോൾ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു 2 bedroom സ്പേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് എൻ്റെ ജബൽ ഹട്ട് സ്റ്റേയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കൊമൻറ്റ്സ് ചെയ്താൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗായ്സ്.